ഗീതുവിനെ കണ്ടുപിടിക്കുക ഇങ്ങനെ ഒരു ഗീതു കസിൻ എനിക്കുണ്ടായിരുന്നു. കുഞ്ഞിലെ തൊട്ടേ അവളുടെ കാര്യങ്ങളെല്ലാം ബഹളം വെച്ച് സാധിക്കുമായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു പെൻസിലിന്റെ കണ്ടോ എന്ന് ചോദിച്ചാൽ തന്നെ അവൾ ബഹളം വെക്കും. പക്ഷെ നാട്ടുകാരെല്ലാം പറയുന്നത് ഗീതു ഭയങ്കര മിടിക്കാണ്, കുഞ്ഞിലെ തന്നെ അവൾക്ക് കാര്യങ്ങൾ നോക്കാൻ അറിയാം, ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ കുറച്ച് പ്രായമായപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് അത്രയ്ക്ക് ഭയങ്കര മിടുക്കൊന്നുണ്ടായിട്ട് ചെയ്യുന്ന കാര്യമല്ല, ഇത് മെന്റലി സ്ട്രോങ് അല്ലാത്തതുകൊണ്ട് ചെയ്യുന്ന കാര്യമാണ്. കാരണം മെന്റലി സ്ട്രോങ് അല്ലാത്ത ആൾക്കാർ അവരെ ആരെങ്കിലും ഇങ്ങോട്ട് വന്ന് ആദ്യം അറ്റാക്ക് ചെയ്താലോ എന്ന് വിചാരിച്ച് ആദ്യം ഒരു ബഹളമൊക്കെ അങ്ങ് ഉണ്ടാക്കും. പലപ്പോഴും ഇത്തരം ആൾക്കാർ പാവങ്ങളാണ്, നല്ല മനസ്സൊക്കെ ഉള്ളവരാണ്. ഈ കേരളത്തിൽ പലപ്പോഴും യാത്ര ചെയ്യുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് ഈ സ്കൂട്ടർ അല്ലെങ്കിൽ കാറ് ഒക്കെ ചെറുതായിട്ടൊന്ന് പോറിയതിന്റെ പേരിൽ മണിക്കൂറുകളോളം ഗതാഗതമൊക്കെ തടസ്സപ്പെടുത്തി ആൾക്കാരെയൊക്കെ ബുദ്ധിമുട്ടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളം ഉണ്ടാക്കി അടിയൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാർ. നിസ്സാരമായിട്ട് തള്ളിക്കളയാവുന്ന ഒരു കേസാണത്. കാരണം ജീവനൊന്നും പോയ കാര്യമല്ലല്ലോ അത്. ഇങ്ങനെ പണ്ടൊക്കെ ഉള്ളവർ ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇങ്ങനെ ധൈര്യശാലികളാണ് ഇങ്ങനെ അടിയൊക്കെ ഉണ്ടാക്കാൻ പോകുന്നത്, ബഹളമൊക്കെ ഉണ്ടാക്കാൻ പോകുന്നത്. പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം നിസാര കാര്യങ്ങൾക്ക് വേണ്ടി ഈ ആൾക്കാരെ എല്ലാം ബുദ്ധിമുട്ടിച്ച് ഇങ്ങനെ ഗതാഗത തടസ്സമൊക്കെ വരുത്തുന്ന ആൾക്കാർ ശരിക്കും പറഞ്ഞാൽ മെന്റലി സ്ട്രോങ് അല്ലാത്തവരാണ്. അങ്ങനെയാണ് എനിക്ക് മനസ്സിലായിരിക്കുന്ന കാര്യം.